ഹായ്, PSC ക്യാപ്സ്യൂൾ ലേൺ വിത്ത് ബിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും പഠിക്കുന്നില്ലേ? പഠിക്കുന്നത് ഉഷാറായി പഠിക്കുക. ദിവസങ്ങളില്ല, ഇനി ഓരോ ദിവസവും നമുക്ക് വിലപ്പെട്ടതാണ്. നമ്മൾ മറക്കാതെ പഠിക്കുക. പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഓർമ്മിക്കുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 1857 കലാപത്തിലെ പ്രധാനികളെക്കുറിച്ചായിരുന്നു. നമ്മളുടെ മനസ്സിലേക്ക് ആദ്യം തന്നെ ഓർമ്മ വരിക ആരെയാണ്? മംഗൾ പാണ്ഡെ അല്ലേ? 1857 വിപ്ലവത്തിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ് മംഗൾ പാണ്ഡെ. മംഗൾ പാണ്ഡെയെക്കുറിച്ച് നമുക്ക് എന്തൊക്കെ പറയാൻ പറ്റും? ഈ എക്സാമിന് വരുന്ന ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ ഒരു കഥ പോലെ നമ്മൾ ഓർത്ത് വയ്ക്കുക അല്ലേ? മംഗൾ പാണ്ഡെ എവിടെയാണ് ജോലി ചെയ്തിരുന്നത്? ഏത് സൈന്യത്തിലായിരുന്നു ജോലി ചെയ്യുന്നത്? ബംഗാളിലെ ബാരക്പൂർ എന്ന സ്ഥലത്തെ 34ാം ബംഗാൾ തദ്ദേശീയ കാലാൾപ്പട ഈ സൈന്യത്തിലായിരുന്നു മംഗൾ പാണ്ഡെ ജോലി ചെയ്യുന്നത്. ബംഗാളിലെ ബാരക്പൂർ എന്ന സ്ഥലത്ത് 34ാം ബംഗാൾ തദ്ദേശീയ കാലാൾപ്പടയിലാണ് മംഗൾ പാണ്ഡെ ജോലി ചെയ്തിരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1857 കലാപം പെട്ടെന്നുണ്ടാവാനുള്ള കാരണം. അതെന്തായിരുന്നു? ഇന്ത്യൻ ക്യാമ്പിൽ എൻഫീൽഡ് 53 എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ തോക്കുകൾ ഉപയോഗിക്കാൻ നൽകി. അതിലെ വെടിയുണ്ടകൾ പന്നിയുടെയും പശുവിൻ്റെയും കൊഴുപ്പ് പുരട്ടിയതാണെന്ന് ഒരു വാർത്ത പറഞ്ഞതിനെ തുടർന്നിട്ട് ആ തോക്കുകളും തിരകളും ഉപയോഗിക്കാൻ സൈന്യത്തിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും വിസമ്മതിച്ചതാണ് അല്ലേ? അതെന്തുകൊണ്ടാണെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. പശുവിനെ ഹിന്ദുക്കൾ വിശിഷ്ട മൃഗമായിട്ടും അതുപോലെ തന്നെ മുസ്ലിങ്ങൾ പന്നികളെ നികൃഷ്ട മൃഗമായാണ് കാണുന്നതെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ആ സമയത്ത് 1857 മാർച്ച് 29 ബാരക്പൂരിലെ സൈനിക താവളത്തിൽ വെച്ചിട്ട് തൻ്റെ സഹപ്രവർത്തകരോടൊക്കെ ആര് പറഞ്ഞു? മംഗൾ പാണ്ഡെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടണം അല്ലെങ്കിൽ അണിനിരക്കാൻ വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്തതാണ്. ആ സമയത്ത് അവിടേക്ക് വന്ന ലഫ്റ്റനൻ്റ് ബോക്കെതിരെ ആര് വെടിയുതിർക്കുകയുണ്ടായി? മംഗൾ പാണ്ഡെ വെടിയുതിർക്കുകയുണ്ടായി. മംഗൾ പാണ്ഡെ ആരെയാണ് വെടിവെച്ചത്? ലഫ്റ്റനൻ്റ് ബോയെയാണ് വെടിവെച്ചത്. ബ്രിട്ടീഷുകാരിനി വെറുതെ ഇരിക്കുമോ? ഇല്ല. ബ്രിട്ടീഷ് അധികാരികൾ എന്ത് ചെയ്തു? ഇന്ത്യക്കാരനായ ഈശ്വരി പ്രസാദിനോട് പറഞ്ഞു മംഗൾ പാണ്ഡെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഉത്തരവിട്ടെങ്കിലും അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം തയ്യാറായില്ല. മംഗൾ പാണ്ഡെ തൻ്റെ സൈന്യത്തിലുള്ള മംഗൾ പാണ്ഡെയെ പിടിച്ചു കൊടുക്കാൻ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈശ്വരി പ്രസാദ് തയ്യാറായില്ല. ഈശ്വരി പ്രസാദ് മംഗൾ പാണ്ഡെയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിസമ്മതിച്ചെങ്കിലും പക്ഷേ അറസ്റ്റ് ചെയ്യാൻ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വന്നത് ആളുടെ പേരായിരുന്നു ഷെയ്ഖ് പാൽത്തു. അദ്ദേഹമാണ് മംഗൾ പാണ്ഡെയെ അറസ്റ്റ് ചെയ്യാൻ ബ്രിട്ടീഷുകാരെ സഹായിച്ച വ്യക്തി. അങ്ങനെ ഷെയ്ഖ് പാൽത്തുവിൻ്റെ സഹായത്തോട് കൂടിയിട്ട് മംഗൾ പാണ്ഡെയെ അറസ്റ്റ് ചെയ്തു. ബ്രിട്ടീഷ് സൈന്യം അറസ്റ്റ് ചെയ്തു. അങ്ങനെ കോർട്ട് മാർഷലിന് വിധേയനാക്കിയ മംഗൾ പാണ്ഡെ എന്ത് ചെയ്തു? 1857 ഏപ്രിൽ 18 തൂക്കിലേറ്റാൻ തീരുമാനിച്ചു. പക്ഷെ തൂക്കിലേറ്റാൻ തീരുമാനിച്ചെങ്കിലും വലിയൊരു കലാപസാധ്യത കണക്കിലെടുത്തിട്ട് 1857 ഏപ്രിൽ 8 തന്നെ നേരത്തെ തന്നെ ബാരക്പൂരിൽ വെച്ചിട്ട് എന്ത് ചെയ്തു? മംഗൾ പാണ്ഡെയെ തൂക്കിലേറ്റുകയാണ് ഉണ്ടായിരുന്നത്. ദിവസങ്ങൾക്കകം ഈശ്വരി പ്രസാദിനെയും തൂക്കിലേറ്റി. ഈശ്വരി പ്രസാദിനെ തൂക്കിലേറ്റാനുണ്ടായ കാരണം എന്താണ്? ബ്രിട്ടീഷുകാർ ഈശ്വരി പ്രസാദിനോട് മംഗൾ പാണ്ഡെയെ അറസ്റ്റ് ചെയ്യാൻ സഹായിക്കണമെന്ന് പറഞ്ഞു. ആ സഹായിക്കണമെന്ന് പറഞ്ഞത് ഈശ്വരി പ്രസാദ് വിസമ്മതിച്ചതാണ് കാരണം. അതുകൊണ്ടാണ് ഈശ്വരി പ്രസാദിനെ ബ്രിട്ടീഷ് സൈന്യം തൂക്കിലേറ്റാനുണ്ടായ കാരണം. ഇപ്പോഴും 1857 വിപ്ലവത്തിലെ ആദ്യ രക്തസാക്ഷി ആരാണ്? മംഗൾ പാണ്ഡെയാണ്. 1984 ഭാരത സർക്കാർ മംഗൾ പാണ്ഡെയുടെ സ്മരണാർത്ഥം സ്റ്റാമ്പ് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഏത് വർഷമാണ് മംഗൾ പാണ്ഡെയുടെ സ്റ്റാമ്പ് പുറത്തിറക്കിയത്? 1984. അതുപോലെ തന്നെ മംഗൾ പാണ്ഡെയുടെ ജീവിതം ആധാരമാക്കിയിട്ടൊരു സിനിമ തയ്യാറാക്കി. മംഗൾ പാണ്ഡെ ദി റൈസിംഗ് 1857 എന്നായിരുന്നു ചിത്രത്തിൻ്റെ പേര്. മേദൻ ഖേത്തയാണ് സംവിധാനം ചെയ്തത്. മംഗൾ പാണ്ഡെയായി അഭിനയിച്ചത് അമീർ ഖാനാണ്. ഇത്രയും കാര്യങ്ങളാണ് മംഗൾ പാണ്ഡെയെക്കുറിച്ച് പഠിക്കാനുള്ളത്. ഇത് മാത്രം ഓർത്ത് വെച്ചാൽ മതി. മംഗൾ പാണ്ഡെയിൽ നിന്ന് ഒരു മാർക്ക് നമുക്ക് മിസ്സാവുകയില്ല. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബഹദൂർ ഷാ രണ്ടാമനെ കുറിച്ചാണ്. ആരെക്കുറിച്ചാണ്? ബഹദൂർ ഷാ രണ്ടാമൻ. ബഹദൂർ ഷാ രണ്ടാമൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവസാനത്തെ മുഗൾ ചക്രവർത്തിയായിരുന്നു അല്ലേ? അവസാനത്തെ മുഗൾ ചക്രവർത്തി ആര് എന്ന് ചോദിച്ചാൽ ബഹദൂർ ഷാ രണ്ടാമനാണ്. അദ്ദേഹത്തിൻ്റെ തൂലികാ നാമമാണ് സഫർ. അദ്ദേഹത്തിൻ്റെ തൂലികാ നാമം എന്തായിരുന്നു? സഫർ എന്നായിരുന്നു. 1857 കലാപ സമയത്ത് വിപ്ലവകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയെ അവരോധിച്ചത് ബഹദൂർ ഷാ രണ്ടാമനെയായിരുന്നു. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഷഹൻഷാ-ഇ-ഹിന്ദുസ്ഥാൻ എന്ന് വിളിച്ചു. ബഹദൂർ ഷാ രണ്ടാമൻ്റെ സൈനിക തലവനായിരുന്നു ബഖ്ത് ഖാൻ. ജനറൽ ബഖ്ത് ഖാൻ ബഹദൂർ ഷാ രണ്ടാമൻ്റെ സൈനിക തലവനായിരുന്നു. 1857 ഡൽഹിയിൽ വിപ്ലവം നയിച്ചത് ആരെല്ലാം എന്ന് ചോദിച്ചാൽ ബഹദൂർ ഷാ രണ്ടാമനും
ജനറൽ ഭക്ത് ഖാനുമാണ്. ബഹദൂർ ഷാ രണ്ടാമനും ജനറൽ ഭക്ത് ഖാനുമാണ് ഡൽഹിയിൽ വിപ്ലവം നയിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സമരം നയിച്ച ബഹദൂർ ഷാ രണ്ടാമനെ ബ്രിട്ടീഷുകാർ പിടികൂടുന്നത് ഹുമയൂണിൻ്റെ ശവകുടീരത്തിൻ്റെ അടുത്ത് വെച്ചിട്ടാണ്. എവിടെ വെച്ചിട്ടാണ് ബഹദൂർ ഷാ രണ്ടാമനെ പിടികൂടുന്നത്? ഹുമയൂണിൻ്റെ ശവകുടീരത്തിനടുത്ത് വെച്ചിട്ടാണ്. അങ്ങനെ അദ്ദേഹത്തെ പിടികൂടിയതിന് ശേഷം ബർമയിലെ റങ്കൂണിലേക്ക് നാടുകടത്തുകയാണ് ഉണ്ടായിരുന്നത്. 1862 അദ്ദേഹം അന്തരിക്കുകയും ചെയ്തു. ബർമയിലേക്ക് എവിടേക്കാണ് നാടുകടത്തിയത്? ബർമയിലെ റങ്കൂണിലേക്കാണ് നാടുകടത്തിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം എന്ത് ചെയ്തു? 1862 നവംബർ 7 അദ്ദേഹം റങ്കൂണിൽ വെച്ച് അന്തരിക്കുകയാണ് ഉണ്ടായത്. ഇത്രയും കാര്യങ്ങളാണ് ബഹദൂർ ഷാ രണ്ടാമനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് അറിയാം, ബഹദൂർ ഷാ രണ്ടാമനിൽ നിന്ന് എല്ലാ പോയിൻറ്റ്സും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട പോയിൻറ്റുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളത് മറന്നു പോകാതെ പഠിക്കുക. അപ്പോൾ മംഗൾ പാണ്ഡെയും ബഹദൂർ ഷാ രണ്ടാമനും. അടുത്തത് ആരാണെന്ന് നോക്കാം. ഝാൻസി റാണി. ഝാൻസി റാണി എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്ക് PSCക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അത് കൃത്യമായിട്ട് പഠിച്ചാൽ നമുക്ക് അതിൽ നിന്ന് ഒരു മാർക്ക് പോവുകയില്ല. പേഷ്വാ ബജിറാവു രണ്ടാമൻ്റെ അനുയായിയായിരുന്ന മേരോപന്ത് താംബയുടെയും ഭഗീരഥി ബായിയുടെയും മകളായി 1828 നവംബർ 19 കാശിയിലാണ് റാണി ലക്ഷ്മിബായി ജനിച്ചത്. പേഷ്വാ ബാജിറാവിൻ്റെ രണ്ടാമത്തെ അനുയായിയായിരുന്ന മേരോപന്ത് താംബയുടെയും ഭഗീരഥി ബായിയുടെയും മകളായാണ് ജനിച്ചത്. അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. എവിടെയാണ് ജനിച്ചത്? കാശിയിലാണ് റാണി ലക്ഷ്മിബായി ജനിച്ചത്. ഝാൻസി റാണിയുടെ യഥാർത്ഥ നാമം എന്താണ്? മണികർണിക എന്നാണ്. മണികർണിക എന്നാണ് യഥാർത്ഥ നാമം. മനുബായി, ചബേലി എന്നിങ്ങനെയൊക്കെ മറ്റു പേരുകളുണ്ട്. യഥാർത്ഥ നാമം എന്താണെന്ന് PSC ചോദിക്കുന്നതാണ്. മണികർണിക എന്നാണ് യഥാർത്ഥ നാമം. മണികർണിക എങ്ങനെയാണ് ഝാൻസി റാണിയായി മാറിയതെന്ന് നമുക്ക് നോക്കാം. ഝാൻസിയിലെ രാജാവായ രാജാ ഗംഗാധര റാവു തൻ്റെ ആദ്യ ഭാര്യയായ രമാബായി മരണപ്പെട്ടതിനെ തുടർന്ന് 14 വയസ്സുള്ള 14 വയസ്സുള്ള നമ്മുടെ മണികർണികയെ വിവാഹം ചെയ്യുകയാണ്. ഇവർക്ക് ഒരു ആൺകുഞ്ഞ് ജനിച്ചെങ്കിലും 3 മാസം കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞ് മരിച്ചുപോയി. തുടർന്ന് എന്ത് ചെയ്തു? രാജാവിൻ്റെ സഹോദരൻ്റെ മകനെ ദത്തെടുത്ത് കുഞ്ഞിൻ്റെ പേര് ദാമോദർ റാവു എന്നാക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗംഗാധർ റാവു മരിക്കുന്നത്. ഝാൻസി റാണിയുടെ ഭർത്താവ് ഗംഗാധർ റാവു മരിക്കുന്നത്. മരണത്തോടെ ദത്തവകാശ നിരോധന നിയമപ്രകാരം ഝാൻസി ഏറ്റെടുക്കാൻ ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു. കമ്പനി മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളെല്ലാം തന്നെ ഝാൻസി റാണി തള്ളി. പിന്നീട് ബ്രിട്ടീഷുകാർക്കെതിരെ ഝാൻസി റാണി പോരാടാൻ തീരുമാനിക്കുകയും ചെയ്തു. 1858 ജൂൺ 18 കോട്ടാക്കി സാരയിൽ വെച്ച് ഝാൻസി റാണി വീരമൃത്യു വരിച്ചു. ഏത് വർഷമാണ് ഝാൻസി റാണി വീരമൃത്യു വരിച്ചത് എന്ന ചോദ്യം പ്രീവിയസ് ആണ്, അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. കലാപകാരികൾക്കിടയിലെ ഏക പുരുഷനായിരുന്ന വനിത എന്ന് ഹ്യൂഗ്രോസ് ആണ് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത്. ഈ ഹ്യൂഗ്രോസ് തന്നെയാണ് ഝാൻസി റാണിയെ വധിച്ചതും. അപ്പോൾ ഞാൻ ഓർത്തു വെച്ചിരിക്കുന്നത്, ഹ്യൂഗ് എന്ത് ചെയ്തു? ഝാൻസി റാണിക്ക് ഒരു റോസാപ്പൂ ഒക്കെ കൊടുത്തിട്ട് സോപ്പിട്ട് പറഞ്ഞു, എന്താണ്, നീയാണ് അല്ലെങ്കിൽ കലാപകാരികൾക്കിടയിൽ ഏക പുരുഷനായിരുന്ന വനിത എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെ സോപ്പും ഇട്ട് മയക്കിക്കൊണ്ട് എന്ത് ചെയ്തു? ഝാൻസി റാണിയെ പിടിച്ച് വധിക്കുകയാണ് ഉണ്ടായിരുന്നതെന്ന് ഞാൻ ഓർത്ത് വെച്ച് അങ്ങനെ കണക്ട് ചെയ്തതാണ്. നിങ്ങൾക്ക് അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റിയെങ്കിൽ അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക. ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. ഝാൻസി റാണിയുടെ കുതിരകളുടെ പേരാണ് ബാദൽ, സാരംഗി, പവൻ. അതിൽ ഝാൻസി റാണി ഉപയോഗിച്ചിരുന്ന കുതിര, കലാപ സമയത്ത് ഉപയോഗിച്ചിരുന്ന കുതിര ബാദലാണ്. INAയുടെ വനിതാ വിഭാഗം അറിയപ്പെടുന്നത് ഝാൻസി റാണി റെജിമെൻ്റ് എന്നാണ്. INAയുടെ വനിതാ വിഭാഗം അറിയപ്പെടുന്നത് എന്താണ്? ഝാൻസി റാണി റെജിമെൻ്റ്. അതുപോലെ തന്നെ ഝാൻസി റാണി നാഷണൽ പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നൊരു ചോദ്യം പ്രീവിയസ് ആണ്. ആൻഡമാനിലാണ്. ഝാൻസി റാണി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ആൻഡമാനിലാണ്. ഝാൻസി റാണി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്ഥിതി ചെയ്യുന്നത് ഗ്വാളിയോറിലാണ്. ഝാൻസി റാണി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഗ്വാളിയോറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദ ക്യൂൻ ഓഫ് ഝാൻസി എന്ന കൃതി രചിച്ചത് ജ്ഞാനപീഠ നേതാവായ മഹേശ്വേതാ ദേവിയാണ്. മണികർണിക ദ ക്യൂൻ ഓഫ് ഝാൻസി എന്ന ചിത്രത്തിലെ റാണിയെ അവതരിപ്പിച്ചത് കങ്കണ റണവത്താണ്. ഇത്രയും കാര്യങ്ങളാണ് ഝാൻസിയെക്കുറിച്ച് പഠിക്കാനുള്ളത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് മംഗൾ പാണ്ഡെ, ബഹദൂർ ഷാ രണ്ടാമൻ, ഝാൻസി റാണി എന്നിവരെക്കുറിച്ചാണ്.
അവരെക്കുറിച്ചിട്ടുള്ള എല്ലാ പോയിൻറ്റും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.